ഹായ്, നമസ്കാരം. എയിം സ്റ്റഡി സെന്ററിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് പോയാലോ? ഇപ്പോൾ പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ട, നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് മുഴുവൻ പോർഷനാണ്. നാച്ചുറൽ സയൻസ് HSA നാച്ചുറൽ സയൻസിന്റെ സിലബസ് എടുത്ത് നോക്കിയാൽ അതിനകത്ത് വരുന്ന സുവോളജി പോർഷനിലെ, അതായത് ഒരു ഫസ്റ്റ് 4 മോഡ്യൂളിൽ വരാവുന്ന എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തുകൊണ്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനത്തെ ലൈവായിട്ട് നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് ഇനിയും കാണാം. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് തന്നെ പോവാം. നിങ്ങളോട് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ, എയിം സ്റ്റഡി സെന്ററിന് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ലാതെ എനിക്കറിയാം. അപ്പോൾ എയിം സ്റ്റഡി സെന്ററിന്റെ ക്ലാസ്സുകളിലേക്കാണ് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നത്. അപ്പോൾ ജീവകം എയുടെ തുടർച്ചയായ അഭാവം മൂലമുണ്ടാവുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ്? കണ, നിശാന്തത, പെർനീഷ്യസ് അനീമിയ, സിറോഫ്താൽമിയ. ജീവകം എയുടെ അഭാവം മൂലമുണ്ടാവുന്ന രോഗമാണ്. ഏതാണ്? ജീവകം എയുടെ അഭാവം മൂലമുണ്ടാവുന്ന രോഗത്തെ നിക്ടലോപ്പിയ, നൈറ്റ് ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ നിശാന്തത എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. നിശാന്തത, അതായത് ജീവകം എ എന്ന് പറയുന്നത് അതിന്റെ ശാസ്ത്രീയ നാമം റെറ്റിനോൾ എന്നാണ്. ഈ റെറ്റിനോൾ എന്ന് പറയുന്നത് വൈറ്റമിൻ എയിൽ നിന്നാണ് ഉണ്ടാവുന്നത്. വൈറ്റമിൻ എയുടെ വേറൊരു പേരാണ് റെറ്റിനോൾ. അപ്പൊ നമുക്ക് പറഞ്ഞു തന്നെന്ന് വെച്ചാൽ ജീവകം എ എന്ന് പറയുന്നത് നമ്മുടെ ക്യാരറ്റ് അങ്ങനത്തെ സാധനങ്ങളിൽ നിന്നൊക്കെയാണ് ധാരാളമായിട്ട് കിട്ടുന്നത്. ജീവകം എ കണ്ണിന്റെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമായ ഒരു വൈറ്റമിനാണ് ജീവകം എ. ഈ ജീവകം എ നമ്മുടെ കണ്ണിൽ 2 പ്രധാനപ്പെട്ട കോശങ്ങളാണുള്ളത്. ഒന്ന് റോഡ് കോശങ്ങളും 2 കോൺ കോശങ്ങളും. ഈ റോഡ് കോശങ്ങളിൽ കാണപ്പെടുന്ന പിഗ്മെന്റ് ആണ് റോഡോപ്സിൻ. അപ്പൊ റോഡ് കോശങ്ങൾ മങ്ങിയ വെളിച്ചത്തിൽ കാണാനാണ് നമ്മളെ സഹായിക്കുന്നത്. അങ്ങനെ മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ സഹായിക്കുന്ന റോഡ് കോശങ്ങൾ ഉണ്ടാവണമെങ്കിൽ വൈറ്റമിൻ എ അഥവാ ജീവകം എ വേണം. അപ്പൊ ജീവകം എ ഇല്ലെങ്കിൽ റോഡ് കോശങ്ങൾക്ക് ഇല്ലാതെ വരും, അല്ലെങ്കിൽ റോഡോപ്സിൻ എന്ന പിഗ്മെന്റ് ഉണ്ടാക്കാൻ പറ്റാതെ വരും. അപ്പൊ റോഡോപ്സിൻ സഹായിക്കുന്ന എന്തിനാ? മങ്ങിയ വെളിച്ചത്തിൽ കാണാൻ. അപ്പൊ റോഡോപ്സിൻ ഇല്ലെങ്കിലോ മങ്ങിയ വെളിച്ചത്തിൽ അല്ലെങ്കിൽ രാത്രി കാണാനായിട്ട് സാധിക്കാതെ വരും. അത്തരമൊരു അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് നിശാന്തത. എന്നാൽ വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടാക്കുന്നത് സിറോഫ്താൽമിയ ആണ്. സിറോഫ്താൽമിയ എന്ന് പറഞ്ഞാൽ, സിറോ എന്ന് പറഞ്ഞാൽ ഡ്രൈ, ഓഫ്താൽമിക് ഡ്രൈ ഐസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഡ്രൈ ആവുന്ന രസം. നമ്മുടെ കണ്ണ് എപ്പോഴും നനവുള്ളതാണ് അല്ലേ? നമ്മുടെ കണ്ണിൽ എപ്പോഴും ടിയേഴ്സ് ഉണ്ട്, ലൈസോസൈം അടങ്ങിയ ടിയേഴ്സ് ഉണ്ട്. ലാക്രിമൽ ഗ്രന്ഥികളാണ് അത് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ നമ്മുടെ കണ്ണെപ്പോഴും നനവുള്ളതാണ്. ഈ ഒരു അവസ്ഥ വൈറ്റമിൻ എയുടെ തുടർച്ചയായ അഭാവം സിറോഫ്താൽമിയയ്ക്ക് കാരണമാകുന്നു. സിറോഫ്താൽമിയ. അപ്പൊ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. വൈറ്റമിൻ എയുടെ അഭാവം എന്ന് കേട്ട ഉടനെ തന്നെ നിശാന്തത മാർക്ക് ചെയ്യരുത്. നിശാന്തത എന്ന് പറഞ്ഞാൽ ജീവകം എയുടെ അഭാവം മൂലമുണ്ടാവുന്ന രോഗമാണ് നിശാന്തത. തുടർച്ചയായ അഭാവം സിറോഫ്താൽമിയയ്ക്ക് കാരണമാകുന്നു. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് റിക്കറ്റ്സ് അഥവാ കണയാണ്. ബോലെക്സ് ആണ് അതിന് കാരണം. അപ്പൊ നിശാന്തത അല്ല ഉത്തരം, സിറോഫ്താൽമിയ ആണ് ഉത്തരം. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. തലമുറകളുടെ ആവർത്തനം കാണപ്പെടുന്നത് നിഡേറിയകളിൽ, പരന്ന വിരകളിൽ, ഉരുണ്ട വിരകളിൽ, അനലിടകളിൽ. ആരിലാണ് ഈ തലമുറകളുടെ ആവർത്തനം? മലയാളം വാക്കായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. തലമുറകളുടെ ആവർത്തനമാണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്നറിയപ്പെടുന്നത്. ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ അല്ലെങ്കിൽ മെറ്റാജെനസിസ് എന്നറിയപ്പെടുന്നത്. എന്താണ് ഈ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് നമുക്ക് ആദ്യം നോക്കാം. ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയുന്നത് നിഡേറിയകളിൽ അല്ലെങ്കിൽ സിലിൻഡ്രേറ്റുകളിൽ 2 ലൈഫ് ഫോംസ് ആണ് കാണപ്പെടുന്നത്. 2 ലൈഫ് ഫോംസ് എന്ന് പറഞ്ഞാൽ ഒന്ന് പോളിപ്പും ഒന്ന് മെഡ്യൂസയും. ഇതിനകത്ത് മെഡ്യൂസ എന്ന് പറയുന്നത് മെഡ്യൂസ എന്ന് പറയുന്നത് പോളിപ്പിനെ റീപ്രൊഡ്യൂസ് ചെയ്യും. മെഡ്യൂസ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തിനാണ്? പോളിപ്പിനെയാണ്. എങ്ങനെ? സെക്ഷുവലി. അപ്പൊ മെഡ്യൂസ റീപ്രൊഡ്യൂസ് പോളിപ്പ് സെക്ഷുവലി. മെഡ്യൂസ ലൈംഗികമായി പോളിപ്പിനെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ പോളിപ്പ് അലൈംഗികമായി മെഡ്യൂസയെ ഉൽപ്പാദിപ്പിക്കും.
ഇവിടെ MPS ഓർത്തോളാം. മെഡ്യൂസ റീപ്രൊഡ്യൂസ് പോളിപ്പ് സെക്ഷുവലി. മെഡ്യൂസ പോളിപ്പിനെ പ്രത്യുൽപാദനം നടത്തുന്നത് ലൈംഗികമായിട്ടാണ്. മെഡ്യൂസ എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും? പോളിപ്പിനെ. പോളിപ്പ് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും? മെഡ്യൂസ അല്ലേ? മെഡ്യൂസ പോളിപ്പ് റീപ്രൊഡ്യൂസ് മെഡ്യൂസ അസെക്ഷുവലി. അപ്പോൾ ഏതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതി. അപ്പോൾ ഇത് പഠിച്ചാൽ കുറച്ച് എളുപ്പം ഉണ്ടാകും. MPS മെഡ്യൂസ പോളിപ്പിനെ ലൈംഗികമായി പ്രത്യുൽപാദനം നടത്തും. മെഡ്യൂസയിൽ നിന്ന് പോളിപ്പ് ഉണ്ടാവും, പോളിപ്പിൽ നിന്ന് മെഡ്യൂസ ഉണ്ടാവും, അങ്ങനെ മാറി മാറി ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ അല്ലെങ്കിൽ മെറ്റാജെനിസിസ്, അതുമല്ലെങ്കിൽ തലമുറകളുടെ ആവർത്തനം എന്ന് പറയുന്നത്. ടിപ്പിക്കലായിട്ട് കാണിക്കുന്നത് ഒബീലിയ ആണ്. ഒബീലിയ. ഇവിടെ നിങ്ങൾ ഒരു കാര്യം കൂടെ ഓർക്കേണ്ടതുണ്ട്. എന്താണ് ഈ പോളിപ്പ്, എന്താണ് മെഡ്യൂസ എന്ന് ചോദിച്ചാൽ, പോളിപ്പ് എന്ന് പറയുന്നത് സിലിണ്ട്രിക്കൽ ആണ്, കുഴലു പോലെയാണ്. പോളിപ്പ് എന്ന് പറയുന്നത് ഹൈഡ്ര പോലെയാണ്. പോളിപ്പ് എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഒട്ടിപ്പിടിച്ചിരിക്കുന്ന രൂപമാണ്. എന്നാൽ മെഡ്യൂസ എന്ന് പറയുന്നത് വെള്ളത്തിൽ ഒഴുകി നടക്കുന്ന, സ്വതന്ത്രമായി കാണപ്പെടുന്ന ജെല്ലി ഫിഷ് പോലെ ഇരിക്കുന്ന രൂപമാണ് മെഡ്യൂസ എന്ന് പറയുന്നത്. അപ്പോൾ മെഡ്യൂസ എന്ന് പറയുന്നത് ഫ്രീ സ്വിമ്മിങ് ആണെങ്കിൽ, പോളിപ്പ് എന്ന് പറയുന്നത് എവിടെയെങ്കിലും ഒട്ടിപ്പിടിച്ചിരിക്കുന്നതാണ്. പോളിപ്പ് എന്ന് പറയുന്നത് ഹൈഡ്ര പോലെയാണെങ്കിൽ, മെഡ്യൂസ എന്ന് പറയുന്നത് അംബ്രല പോലെയാണ്. ഇത് രണ്ടും തമ്മിൽ ഇതൊക്കെയാണ് വ്യത്യാസങ്ങൾ. അങ്ങനെയുള്ള മെഡ്യൂസ പോളിപ്പിനെയും പോളിപ്പ് മെഡ്യൂസയും പ്രത്യുൽപാദനം നടത്തുന്നു. ഇത് എവരിലെ കാണപ്പെടുന്നത്? നിഡേറിയകൾ. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. അടുത്ത ചോദ്യം, കടൽ വെള്ളരിക്ക ഉൾപ്പെടുന്നത് ഏതിലാണ്? ഒഫിയൂറോഡിയ, ക്രൈനോഡിയ, എക്കിനോഡിയ, ഹോളോതൂറോഡിയ. ഇതിനകത്ത് കടൽ വെള്ളരി അല്ലെങ്കിൽ സീ കുക്കുംബർ എന്ന് പറയുന്നത് ഏതിനകത്താണ് ഉൾപ്പെടുന്നത്? സീ കുക്കുംബർ ഉൾപ്പെടുന്നത് ഹോളോതൂറോഡിയിലാണ്. അതായത് കടൽ വെള്ളരി എന്ന് പറയുന്നത് സീ കുക്കുംബർ. സീ കുക്കുംബറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എവിസറേഷൻ ആണ്. എവിസറേഷൻ. എവിസറേഷൻ എന്ന് പറഞ്ഞാൽ അതിനെ ആരെങ്കിലും ശല്യം ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? അത് അതിൻ്റെ ശരീരത്തിൽ നിന്ന് വെള്ളം ഇങ്ങനെ ചീറ്റിത്തെറിപ്പിക്കും. അതേസമയം വീണ്ടും അതിന് ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ അത് അതിൻ്റെ ഇന്റേണൽ ഓർഗൻസ് അല്ലെങ്കിൽ വിസറൽ ഓർഗൻസിനെ പുറന്തള്ളും. ഇത്തരത്തിലുള്ള അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് എവിസറേഷൻ. റീജനറേറ്റ് ഇത് ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. അപ്പൊ അത്തരത്തിലുള്ള ഒരു വിഭാഗമാണ് കടൽ വെള്ളരി എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ശക്തമായ ഉച്ഛ്വാസം നടത്തിയ ശേഷം പുറത്തുവിടാൻ കഴിയുന്ന വായുവിന്റെ അളവിനെയാണ് ടൈഡൽ വോളിയം, ശ്വാസകോശ ക്ഷമത, ശേഷിക്കുന്ന വോളിയം, ജൈവക്ഷമത എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ശക്തമായ ഉച്ഛ്വാസം നടത്തിയ ശേഷം പുറത്തുവിടാൻ കഴിയുന്ന വായുവിന്റെ അളവിനെയാണ് നമ്മൾ ജൈവക്ഷമത എന്ന് പറയുന്നത്. അപ്പം അതിനകത്ത് എല്ലാം പഠിക്കണം. ടൈഡൽ വോളിയം പഠിക്കണം, ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം പഠിക്കണം, എക്സ്പിറേറ്ററി റിസർവ് വോളിയം പഠിക്കണം, റെസിഡ്യുവൽ വോളിയം പഠിക്കണം. ഈ ശ്വസനവുമായി ബന്ധപ്പെട്ട ഈ 4 വോളിയംസും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അതിന്റെ വാല്യൂസും പഠിച്ചിരിക്കണം. അപ്പൊ ടൈഡൽ വോളിയം 500 ml, അങ്ങനെ താഴോട്ട് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം 2500 മുതൽ 3000 ml വരെ. അത് ഈ എക്സ്പിറേറ്ററി റിസർവ് വോളിയം, അതുപോലെ തന്നെ റെസിഡ്യുവൽ വോളിയം, ഇത് എഴുതി ഒരു ടേബിളായി തന്നെ പഠിക്കണം. പ്രധാനമായ ഒരു ചോദ്യമാണ്. ശക്തമായ ഉച്ഛ്വാസം നടത്തിയ ശേഷം പുറത്തുവിടാൻ കഴിയുന്ന വായുവിന്റെ അളവിനെയാണ് ജൈവക്ഷമത എന്ന് പറയുന്നത്. നിങ്ങൾ ഇതിനകത്ത് മുഴുവൻ റിസൾട്ടുകളും പബ്ലിഷ് ചെയ്തിട്ടില്ല. നമുക്കറിയാം, ചരിത്ര വിജയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഇതിനെക്കുറിച്ച് ഒരുപാട് പ്രാവശ്യം ഇങ്ങനെയാണ് റിസൾട്ട് എന്ന് പറയാതെ തന്നെ നിങ്ങൾ പേര് കേട്ടൊരു സ്ഥാപനം തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്ഥാപനം തന്നെയാണ്. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് പുതിയ ബാച്ചിലേക്ക് അഡ്മിഷനായിട്ട് വിളിക്കേണ്ട നമ്പർ 9446537080, 9446537080. ഇപ്പൊ കണ്ട എല്ലാ ആൾക്കാരും, അത് അപൂർണമാണെന്ന് പറയാം, ഇപ്പൊ കണ്ട എല്ലാ ആൾക്കാർക്കും ചരിത്ര വിജയം നേടിയിട്ടുള്ള ആൾക്കാരാണ്. ലിസ്റ്റ് അപൂർണമാണ്, ഇനിയുമുണ്ട്. അടുത്ത ചിലപ്പോൾ നിങ്ങളാവാം. അതുകൊണ്ട് തന്നെ ചിലപ്പോഴല്ല, എയിംസ് സ്റ്റഡി സെന്ററിൽ അഡ്മിഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഒരു ഫോട്ടോ, അതായത് നിങ്ങളുടെ അഡ്മിഷൻ നിങ്ങളുടെ അഭിമാന നിമിഷമായിട്ട് മാറിയേക്കാവുന്ന ഒന്നാണ്. അതുകൊണ്ട് എത്രയും നന്നായിട്ട് ശ്രമിക്കുക, കൂടെ നിൽക്കുക. നിങ്ങളൊപ്പം എന്തായാലും ഞങ്ങളും ഉണ്ടായിരിക്കും.
മൃദുല പേശികൾ, രേഖാങ്കിത പേശികൾ, ഇവ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണ്? മൃദുല പേശികൾ എന്ന് പറഞ്ഞാൽ സ്മൂത്ത് മസിൽസ്, രേഖാങ്കിത പേശി എന്ന് പറഞ്ഞാൽ സ്ട്രയേറ്റഡ് മസിൽസ്. അതായത് മൃദുല പേശികളാണ് സ്മൂത്ത് മസിൽസ്, മൃദുല പേശികളിൽ സ്ട്രയേഷൻസ് കാണുന്നില്ല, അതുകൊണ്ട് അവരെ രേഖാശൂന്യ പേശി എന്ന് പറയും. രേഖാങ്കിത പേശിയാണെങ്കിൽ അസ്ഥികളുമായി ചേർന്നാണ് കാണുന്നത്, അതുകൊണ്ട് അവരെ സ്കെൽറ്റൽ മസിൽ എന്നും പറയും. രേഖാങ്കിത പേശി എന്താണ് പ്രധാനപ്പെട്ട വ്യത്യാസം? മൃദുല പേശികൾ വരകളില്ലാത്തതും അനൈച്ഛികവുമാണ്, രേഖാങ്കിത പേശികൾ വരകളുള്ളതും ഐച്ഛികവുമാണ്. മൃദുല പേശികൾ സ്പിൻഡിൽ ആകൃതിയുള്ളതും അസ്ഥിപേശികൾ സ്പിൻഡിൽ ആകൃതിയിൽ മധ്യഭാഗം വികസിച്ചതുമാണ്. മൃദുല പേശി ആന്തരാവയവങ്ങളുടെ ഉൾഭാഗത്ത് കാണപ്പെടുന്നില്ല. മൃദുല പേശികൾ പെട്ടെന്ന് ചുരുങ്ങുന്നു, എന്നാൽ അസ്ഥിപേശികൾ സാവധാനം ചുരുങ്ങുന്നു. നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. മൃദുല പേശികൾ വരകളില്ലാത്തതാണ്, ശരിയാണ്. മൃദുല പേശികൾ വരകൾ കാണപ്പെടുന്നില്ല, അവ രേഖാശൂന്യ പേശികളാണ്. അനൈച്ഛികമാണ്, നമ്മുടെ ഇന്റേണൽ ഓർഗൻസ് കാണുന്ന പേശികളാണ് മൃദുല പേശികൾ, അവ നമ്മുടെ ഇഷ്ടപ്രകാരം ചലിക്കുന്നവയല്ല, അതുകൊണ്ട് തന്നെ അനൈച്ഛികമാണ്. എന്നാൽ രേഖാങ്കിത പേശികൾ വരകളുള്ളതാണ്, പേര് പോലെ തന്നെ രേഖാങ്കിത പേശികൾ വരകളുള്ളതാണ്, ഐച്ഛികവുമാണ്. നമ്മുടെ അസ്ഥികളുമായി ബന്ധപ്പെട്ട ട്രൈസെപ്സ്, ബൈസെപ്സ് ഇതൊക്കെ രേഖാങ്കിത പേശികൾക്ക് ഉദാഹരണമാണ്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചലിപ്പിക്കാൻ കഴിവുള്ള പേശികളാണ് ഇത്തരം രേഖാങ്കിത പേശികൾ. അപ്പൊ ഇത് ശരിയാണ്. ഇനി മൃദുല പേശികൾ സ്പിൻഡിൽ ആകൃതിയിലും അസ്ഥിപേശികൾ സ്പിൻഡിൽ ആകൃതിയിൽ മധ്യഭാഗം വികസിച്ചതുമാണ്. അത് നമ്മുടെ രേഖാങ്കിത പേശികൾ അഥവാ അസ്ഥിപേശികൾ അഥവാ സ്കെൽറ്റൽ മസിൽസ് സിലിണ്ടറിക്കലാണ്, കുഴല് പോലെയാണ്, അല്ലാതെ മധ്യഭാഗം സ്പിൻഡിൽ ആകൃതിയിൽ മധ്യഭാഗം വികസിച്ചതല്ല. എന്നാൽ രേഖാശൂന്യ പേശികൾ സ്പിൻഡിൽ ആകൃതിയിലുള്ളതാണ്, അപ്പൊ അത് തെറ്റാണ്. മൃദുല പേശി ആന്തരാവയവങ്ങളുടെ ഉൾഭാഗത്ത് കാണപ്പെടുന്നില്ല, തെറ്റാണ്. മൃദുല പേശികൾ കാണപ്പെടുന്നത് ആന്തരാവയവങ്ങളുടെ ഉൾഭാഗത്താണ്. മൃദുല പേശികൾ പെട്ടെന്ന് ചുരുങ്ങുന്നു, എന്നാൽ അസ്ഥിപേശികൾ സാവധാനം ചുരുങ്ങുന്നു, അതും തെറ്റാണ്. അപ്പൊ ഇവിടെ ഏതാ ശരി? മൃദുല പേശികൾ വരകളില്ലാത്തതാണ്, രേഖാങ്കിത പേശികൾ വരകളുള്ളതാണ്. സ്ട്രൈപ്സ് ഓർ സ്ട്രയേഷൻസ് ആർ പ്രസന്റ് ഇൻ സ്ട്രയേറ്റഡ് മസിൽസ് അല്ലെങ്കിൽ സ്കെൽറ്റൽ മസിൽസ്. സ്ട്രയേറ്റഡ് മസിൽ ആണ് രേഖാങ്കിത പേശി, സ്ട്രയേറ്റഡ് മസിൽ ആണ് സ്കെൽറ്റൽ മസിൽസ്, അസ്ഥിപേശികൾ എന്ന് പറയുന്നത്. അതുപോലെ അനൈച്ഛികമാണ്, നമ്മുടെ പേശികളിൽ അനൈച്ഛികമാണ് മൃദുല പേശികളുടെ പ്രവർത്തനമെങ്കിൽ ഐച്ഛികമാണ് നമ്മുടെ അസ്ഥിപേശികളുടെ പ്രവർത്തനം. അപ്പൊ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. നമുക്കറിയാം KTETന്റെ റിസൾട്ട് ആണെങ്കിലും ശരി, HSSTയുടെ റിസൾട്ടുകളാണെങ്കിലും ശരി, ഏത് റിസൾട്ടുകൾ എടുത്തു നോക്കിയാലും എയിം സ്റ്റഡി സെന്റർ എന്ന് പറയുന്നത് മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നതാണ്. എയിം സ്റ്റഡി സെന്റർ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആണ്, നിങ്ങളത് ക്ലാസ്സുകൾ കണ്ടിട്ടും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് സജസ്റ്റ് ചെയ്യുക. അതിൽ അസൂയയും കുശുമ്പൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്കൊരു സീറ്റേ ആവശ്യമുള്ളൂ, ആ സീറ്റ് നമ്മൾ നന്നായിട്ട് സ്മാർട്ട് വർക്ക് ചെയ്താൽ കിട്ടുന്നതാണ്. വേണമെന്ന് വിചാരിച്ച് നമ്മുടെ ഹൃദയം നമ്മളോട് പറയുന്ന പോലെ ഡു യുവർ ബെസ്റ്റ്, നിങ്ങളുടെ ബെസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിന് ഫലം ഉണ്ടാവുകയും ചെയ്യും. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യുക. ഹോമിയോസ്റ്റാസിസ് എന്ന പദം ഉപയോഗിച്ചത് ആര്? 1 ക്ലോഡ് ബെർണാഡ്, 2 വാൾട്ടർ കാനൺ, 3 മാർസെല്ലോ മാൽപിജി, 4 ഹെൻലെ. ഹോമിയോസ്റ്റാസിസ് ഇന്റേണൽ എൻവയോൺമെന്റിന്റെ മെയിൻ്റനൻസിനെയാണ്, ആന്തര സമസ്ഥിതി പാലനമാണ് ഹോമിയോസ്റ്റാസിസ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഹോമിയോസ്റ്റാസിസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് വാൾട്ടർ കാനൺ ആണ്. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. മനുഷ്യനിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാണ്? മനുഷ്യനിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി പാരാതൈറോയ്ഡ്, തൈറോയ്ഡ്, പീനിയൽ, തൈമസ്. മനുഷ്യനിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി എന്ന് പറയുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ലോബുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് ഇസ്തമസ്. എവിടെയാണ് തൈറോയ്ഡ് ഗ്രന്ഥി ഉള്ളത്? തൈറോയ്ഡ് ഗ്രന്ഥി കാണപ്പെടുന്നത് നെക്കില് ട്രക്കിയയുടെ ഇരുവശത്തുമായിട്ടാണ്. ട്രക്കിയ ഓർ വിൻഡ് പൈപ്പിന്റെ ഇരുവശത്തുമായിട്ട് കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥികൾ. തൈറോയ്ഡ് ഗ്രന്ഥി നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി തൈറോയ്ഡ് ഗ്രന്ഥി ആണെങ്കിൽ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണ്.
പാരാതൈറോയ്ഡ് എന്ന് പറയുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പുറകിലായി കാൽസ്യത്തിന്റെ അളവ് കൃത്യമായി ക്രമീകരിക്കുന്ന ഗ്രന്ഥിയാണ് പാരാതൈറോയ്ഡ് ഗ്രന്ഥി. നമുക്കറിയാം നമ്മുടെ ശരീരത്തിന്റെ കാൽസ്യത്തിന്റെ അളവ് 9 to 11 milligram per 100 ml. ഇത് പറയുമ്പോൾ ഏതെങ്കിലും ഒക്കെ ടെക്സ്റ്റ് ബുക്കിൽ 10 to 12 ആണെങ്കിൽ തെറ്റല്ല. ഒരിക്കലും നിങ്ങൾ വളരെ കൃത്യമായിട്ടല്ല അറിയുന്നത്, അപ്രോക്സിമേറ്റ്ലി ആണ്. അപ്പം 9 to 12 ആ റേഞ്ചിൻ്റെ ഉള്ളിലായിരിക്കും. അങ്ങനെ കൃത്യമായ കാൽസ്യത്തിന്റെ അളവ് നിയന്ത്രിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ പാരാതൈറോയ്ഡ്. അതിന് ആര് വേണം? തൈറോയ്ഡ് ഗ്രന്ഥിയുടെ കൂടെ സഹായത്തോടു കൂടിയാണ് തൈറോകാൽസിറ്റോണിനും തൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന തൈറോകാൽസിറ്റോണിനും അതോടൊപ്പം തന്നെ പാരാതൈറോയ്ഡ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന പാരാതോർമോണിന്റെ സഹായത്തോടു കൂടിയാണ് മനുഷ്യരിലെ കാൽസ്യത്തിന്റെ അളവ് കൃത്യമായി നിയന്ത്രിക്കുന്നത്. പീനിയൽ ഗ്രന്ഥിയുടെ പ്രത്യേകത എന്താ? ജൈവ ഘടികാരം എന്ന പേരിൽ അറിയപ്പെടുന്ന, നമ്മുടെ റിതം മെയിൻറ്റെയിൻ ചെയ്യുന്ന, സ്ലീപ്പ് വേക്കപ്പ് സൈക്കിൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി. തൈമസ് ഗ്രന്ഥിയെ യുവത്വ ഗ്രന്ഥി അല്ലെങ്കിൽ ഇൻഫന്റൈൽ ഗ്രന്ഥി അല്ലെങ്കിൽ ജുവനൈൽ ഗ്രന്ഥി എന്ന പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത്. തൈമസ് ഗ്രന്ഥിയുടെ ഹോർമോണാണ് തൈമോസിൻ രോഗപ്രതിരോധവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഹോർമോണാണ്. ഈ തൈമസ് ഗ്രന്ഥിയുടെ പ്രവർത്തനം അല്ലെങ്കിൽ തൈമസ് ഗ്രന്ഥി കാലക്രമേണ ചുരുങ്ങി അത് ഇല്ലാതാവുന്നു. അതുകൊണ്ടാണ് വയസ്സായ ആളുകളിൽ രോഗപ്രതിരോധ ശേഷി കുറയുന്നത്. കുട്ടികളിലാണ് നന്നായി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഈ തൈമസ് ഗ്രന്ഥി. അതുകൊണ്ട് തന്നെയാണ് തൈമസ് ഗ്രന്ഥിയെ യുവത്വ ഗ്രന്ഥി എന്ന് പറയുന്നത്. മനുഷ്യരിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ഏതാ? തൈറോയ്ഡ് ഗ്രന്ഥി.